നമുക്കിന്ന് മത്തീൻ്റെ ഇണറ് വെച്ചിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കിയാലോ. 1 കിലോ മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല വലിപ്പമുള്ള ഇണറ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല. മീൻ മുട്ട, നമ്മളെ മീനിൻ്റെ മുട്ടയില്ലേ, മീൻ മുട്ട. പിന്നെ പല നാട്ടിലും പല പേരായിരിക്കും, എല്ലാ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: സവോള സ്ലൈസായി അരിഞ്ഞ സവോളയുണ്ട്, അത് എത്രയാണോ ഇണറുള്ളത് അതിനനുസരിച്ച് നമുക്ക് സാധനം എടുക്കാം. പിന്നെ തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്നിട്ട് നല്ലതുപോലെ ഞെരിടണം. ഞെരടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത പണി പാൻ അടുപ്പത്ത് വെച്ച്, പാൻ ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പം അതിലേക്ക് നമ്മൾ കുഴച്ച് ഞെരടി വെച്ച് അതങ്ങോട്ട് ഇട്ട് അതിൽ പച്ചമുളക് ഇട്ട് അതിൽ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ വറുത്ത് മൂത്തിങ് വന്നു കഴിഞ്ഞാൽ നമുക്കതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആ പാത്രം തന്നെ നമുക്ക് എടുക്കാം. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനൊന്നും ആക്കണ്ടല്ലോ. അതിൻ്റെ അടുത്ത് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പം കറിവേപ്പില ഇട്ട്, അതിൻ്റെ മുന്നേ ഞാൻ പിന്നെ ഈ ഇണറ് മഞ്ഞളും മുളകും ഉപ്പും ഇട്ട് കുഴച്ച് ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഇണറും ഇട്ട് നമുക്കിതാ ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ടില്ലെങ്കിൽ അതിങ്ങനെ തുള്ളിച്ചാടി നമ്മളെ മുഖത്തേക്കൊക്കെ തെറിച്ച്, അതാ ചാടുന്നുണ്ടില്ലേ, തെറിച്ച് നമ്മളെ മുഖത്തൊക്കെ പരിക്ക് പറ്റും. അപ്പോൾ നമുക്കത് മൂടി വെക്കുന്നതിൽ ഏറ്റവും നല്ല സേഫ് അല്ലേ. അപ്പോൾ നമ്മൾ അത് 2 ഭാഗവും അപ്പുറം ഇപ്പുറം ഇട്ട് തിരിച്ച് മറിച്ചെല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഉണ്ടാക്കി വെച്ച ആ തേങ്ങ സവോള കൂട്ടില്ലേ, മൊരിച്ച് വെച്ചേ, അതും അതിൻ്റെ മേലേക്ക് ഇട്ട് 1 മിനിറ്റോടെ മൂടി വെച്ച് നമ്മളെ അടിപൊളിയായിട്ട് ഇണറ് ഇതാ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഓക്കെ, സീ യു.